ഹലോ. അപ്പോൾ ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനങ്ങനെ വ്ളോഗൊന്നും ചെയ്യാറൊന്നുമില്ല, ചെയ്യാൻ എനിക്ക് അറിയത്തുമില്ല കേട്ടോ, അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും ഒന്ന് വെറുതെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. എനിക്ക് സംസാരിക്കാനോ അങ്ങനെ പറയാനൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഒരു 6 മണിയൊക്കെ ഞാൻ എണീറ്റിട്ടുണ്ട്, മുടിയൊക്കെ വെറുതെ ഒന്ന് കെട്ടി പല്ലൊക്കെ തേച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചായ ഉണ്ടാക്കാം. ചായ കുടിച്ചിട്ട് വേഗം വർക്കൗട്ടിന് പോയിട്ട് വരാനുള്ളതാണ്. അങ്ങനെ ചെന്ന് 2 ചായ ഉണ്ടാക്കി കേട്ടോ. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവാറ്, അപ്പോൾ ഇന്ന് വിചാരിച്ച് ജസ്റ്റ് കുറച്ച് ചായ കുടിച്ചിട്ട് പോകാം. അങ്ങനെ ഞാൻ 2 ചായ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണേ. സ്വന്തമായിട്ടുള്ള വീഡിയോ എടുപ്പൊക്കെ കാരണം ക്യാമറ എവിടെയാണ് വെച്ചതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഉറക്കപ്പിച്ച ഒരു പുറകെ. മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതായതുകൊണ്ട് പാലിൻ്റെ കവറ് വരെ കഴുകി ഞാൻ വെള്ളം എടുക്കും. ആക്കി കഴുകി ആ ഭിത്തിയിൽ അങ്ങനെ ഒപ്പിച്ച് വയ്ക്കും. അവിടെ ടൈലായതുകൊണ്ട് പാലിൻ്റെ കവർ അതിനെ തൊട്ടിയിരുന്നോളും. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി ചായ കുടിയും കഴിച്ച് അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോകാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ വന്നു ജസ്റ്റ് ഒന്ന് മുടി കെട്ടാനായിട്ട്, ഒന്ന് മുടി കെട്ടി പല്ലുവെപ്പൊക്കെ എഴുന്നേറ്റപ്പോൾ തന്നെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുക്കാനാണ്. അത് നീല കവറിലുള്ളത് എൻ്റെ ഷൂ ആണ്. പിന്നെ ബാഗിനകത്ത് ഞാൻ വെക്കുന്നത് വാട്ടർ ബോട്ടിലും വെക്കും. പിന്നെ ഇതിൻ്റെ ഗ്ലൗ വെക്കും, പിന്നെ ടവലും വെക്കും. ഇത്രയും സാധനങ്ങൾ ബാഗിൽ വെക്കും. പിന്നെ ആ കവറിനകത്ത് ഷൂ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. വെള്ളം എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ പോയി വെള്ളം എടുത്തു വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പിന്നെയും പോവാമെന്ന് പറയും. കാരണം പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ, 2 പേരും കട്ടിലേന്നോ മറ്റോ വീണാലോ എന്ന് ഓർത്തിട്ടാണ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ പോയി പറഞ്ഞു. ഞാൻ തിരിച്ച് വന്നു. ഇനി ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ പോവുകയാണേ. തലേദിവസം ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് വന്ന് കടല വേവിക്കാൻ വെച്ചിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ച്. അന്നേരം അത് അവിടെ ഇരുന്ന് വെന്തോടുമല്ലോ. പിന്നെ പുട്ടും കടലയുമാണ്. എൻ്റെ ഇടയ്ക്ക് വാനിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൾ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ പരിപാടികൾ വർത്താനങ്ങളൊക്കെയാണ്. കറി പൗഡറുകളെല്ലാം എടുത്ത് അവിടെ ഇവിടെ ഇടുക എന്നുള്ളതാണ് അവളുടെ മെയിൻ പരിപാടി. പിന്നെ അങ്ങനെ ഫാസ്റ്റായിട്ട് എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഉള്ളിയൊക്കെ അരിയുന്നതുകൊണ്ട് ആരും ദേഷ്യം പിടിക്കരുത്.
സവാള അരിഞ്ഞിട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അവന് ഫുഡ് കൊടുത്തിട്ട് വേണം അവന് അംഗൻവാടിയിൽ കൊണ്ടുവിടണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവനെയൊക്കെ വിട്ട് സ്വസ്ഥമായിട്ട് തിരിച്ച് വന്ന് പിന്നെ കുളിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവനെ വിടാനായിട്ട് വൈകും. എനിക്ക് ഭയങ്കര അലർജിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഭയങ്കര തുമ്മലാണ്. സത്യം പറഞ്ഞാൽ ശല്യമായി മാറിയിരിക്കുകയാണ്. തുമ്മി മടുത്തു. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ മുളക് പൊടിയൊക്കെ അടുത്തേക്ക് പോയാലേ എനിക്ക് തുമ്മലാണ്. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു, കറി റെഡിയാക്കി, പുട്ടും ഉണ്ടാക്കി. അമ്മയും അച്ഛനൊക്കെ പുറത്താണ് കേട്ടോ, ചെടിയും ഒക്കെ നനയ്ക്കാനായിട്ട്, കൃഷിയൊക്കെ നനയ്ക്കാനായിട്ട് പോയേക്കും. അതുകൊണ്ട് ഞാൻ തന്നെ വേഗം പുട്ടെടുത്ത്, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു വർക്കൗട്ട് കഴിഞ്ഞ് വന്നപ്പോൾ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ റെഡിയാക്കി അത് കഴിച്ചു. പിന്നെ ഇഷാന് ഫുഡ് കൊടുത്തു. പിന്നെ അവനെ അംഗൻവാടിയിൽ വിടണം. ഇവാനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഇവാനേക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.